കാസർഗോഡ് പ്രേക്ഷകർക്ക് മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ മെഡിട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ചാണ്. പ്രേക്ഷകർ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ഓപ്പൺ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി, റോബോട്ടിക് സർജറി. ആക്ച്വലി വാട്ട് ഈസ് ലാപ്രോസ്കോപ്പിക് സർജറി? ഈ ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാസർഗോഡ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അഷ്ഫാഖ് മുഹമ്മദാണ്. സർ, വെൽക്കം. നമസ്കാരം. താങ്ക് യു. വേരിയസ് സർജറീസ് ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി, റോബോട്ടിക് സർജറി. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആയ ഒരു സർജറിയാണ്. പണ്ട് മുതലേ സർജറിയൊക്കെ ഓപ്പൺ സർജറിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇവല്യൂഷൻ അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ഗ്രേഡ് ലാപ്രോസ്കോപ്പി. നൗ ഇറ്റ് ഈസ് മോസ്റ്റ് അപ്ഡേറ്റഡ് ആണ് റോബോട്ടിക് സർജറി. അതെങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഇപ്പം നമുക്ക് സാധാരണ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് സർജൻ ഉണ്ടാവും, അവരുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. ഈ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ സർജറി ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ സർജറി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വയറിൻ്റെ ഒരു സർജറി ചെയ്യുവാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആമാശയത്തിൻ്റെ സർജറി ചെയ്യില്ല, പിത്തകോശത്തിൻ്റെ സർജറി ചെയ്യുക. നമ്മൾ വയറ് കീറണം, കീറിയിട്ട് നമ്മൾ ഉള്ളിൽ പോയി അത് നമ്മൾ ചെയ്യുന്ന സർജറി ചെയ്യുന്ന സ്ഥലം എത്തി ആ സർജറി ചെയ്യുന്ന ഇപ്പോൾ പിത്തകോശമാണെങ്കിൽ പിത്തകോശം എടുക്കണം, അപ്പൻഡിക്സ് ആണെങ്കിൽ അപ്പൻഡിക്സ് എടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ വരെ എത്താൻ നമുക്ക് വലിയ വയറ് കീറേണ്ടി വരും, സ്പേസ് വേണ്ടി വരും. ഇപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സർജറി ചെയ്യുന്ന നമ്മളെ യന്ത്രങ്ങളുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കീ ഹോളാണ്. കീ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ആദ്യം ക്യാമറ ഉള്ളിലിടും. അപ്പോൾ ക്യാമറ കൊണ്ട് നോക്കും. ഇപ്പോൾ ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ സർജറി, ഇത് കമ്പ്യൂട്ടർ ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടി വിക്കകത്ത് കാണാം ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ 2 ഹോൾ കൂടെ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ 3 ഹോൾ ഉണ്ടാക്കി നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അതുവഴി ഉണ്ടാക്കി ഉള്ളിൽ നിന്ന് നമ്മൾ സർജറി ഓപ്പൺ ആയിട്ട് ലാപ്രോസ്കോപ്പി ആവട്ടെ സർജറി തന്നെയാണ്. ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം സെയിം ആണ്, പക്ഷെ പ്രൊസീജിയർ സെയിം ആണ്. പക്ഷെ നമ്മൾ കീറുന്നില്ല, നമ്മളത് ഓപ്പൺ ആക്കുന്നില്ല. ഇപ്പം നമുക്കൊരു ചെറിയ അപ്പൻഡിക്സ് നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് കീറിയിട്ട് അത് നമ്മൾ വലിച്ചിട്ട് ഉള്ളിൽ പോയി നമുക്ക് കാണൂല അധികം. പക്ഷെ ഇതിനകത്ത് നമ്മുടെ വിസിബിലിറ്റി കൂടുതലാണ്. റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഒരു സർജനാണ്, ഞാൻ പറഞ്ഞ ക്യാമറ ഇടും. അപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാമറ പേഴ്സണാണ്. ഒന്ന് 2 ജൂനിയർ ഡോക്ടർ ആയിരിക്കും, ഇല്ലെങ്കിൽ നേഴ്സായിരിക്കും. അപ്പോൾ അവരത് ഹാൻഡിൽ ചെയ്യണം. മറ്റേ 2 ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യും. ചിലപ്പം നമുക്കുള്ള 2 കൈയാണ്. ഇപ്പം 3 ഇൻസ്ട്രുമെന്റ് വേണ്ടി വന്ന ആ 3ാമത്തെ ഇൻസ്ട്രുമെന്റ് മറ്റൊരു അസിസ്റ്റന്റ് ഹാൻഡിൽ ചെയ്യണം. അപ്പം നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഈ എല്ലാവരും മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അത് ഓവർകം ചെയ്യാനാണ് റോബോട്ടിക്സ് വന്നത്. റോബോട്ടിക്സിലും സർജൻ തന്നെ സർജറി ചെയ്യാണ്, പക്ഷേ ഈ ക്യാമറ ഇൻസ്ട്രുമെന്റ് കൺട്രോൾ എല്ലാം സർജന്റെ കയ്യിലാണ്. അത് റോബോട്ടിക് ആവുന്നത് കണക്ട് ചെയ്ത് ഞാൻ പറയാം. കാരണം ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ റോബോട്ടിക് റോബോട്ട് ഓൾറെഡി സർജറി ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ ഡോക്ടർക്ക് എന്ത് റോളാണെന്ന് ചോദിക്കലുണ്ട്. ഇപ്പൊ ഈ സർജറി എന്ത് സർജറിയാ വേണ്ടിയ, എത്ര വരെ അത് നമ്മൾ സർജറി ചെയ്യണം, ഇതൊക്കെ ഡിസിഷൻ എടുക്കേണ്ട ഡോക്ടറാണ്. ഉള്ളിൽ പോയ ശേഷം നമ്മൾ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണ്. ഇപ്പം ചില സെൻറ്റേഴ്സിൽ ഇപ്പം റോബോ തന്നെ സർജറി ചെയ്യുന്ന സർജറീസ് ഉണ്ട്. ഈ റോബോട്ടിക് പ്രോസ്റ്ററ്റക്ടമി എന്ന് പറഞ്ഞാൽ റോബോ തന്നെ ചെയ്യുന്നത്. പക്ഷെ അത് ഇതുവരെ ഇവോൾവ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ റോബോട്ടിക് എന്ന് പറയുമ്പോൾ സർജറി ചെയ്യുന്നത് സർജനാണ്, അല്ല സർജറി ചെയ്യുന്നത് സർജനാണ്. പക്ഷെ അങ്ങോട്ട് ആ ഹാൻഡ് ഇൻസ്ട്രുമെന്റ്സിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആക്കുന്നത് റോബോ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രിസിഷൻ, ക്ലാരിറ്റി ബെറ്റർ ആണ്, പ്രിസിഷൻ ബെറ്റർ ആണ്. ഇപ്പൊ നമുക്ക് ഈ ചെറിയൊരു സാധനം 10 ടൈംസ് സൂം ചെയ്യാം. അപ്പോൾ അത് മാഗ്നിഫൈ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് പ്രിസിഷൻ ബെറ്റർ ആയി കൊണ്ടുവരാം. ഓക്കെ. സർ, നമ്മളിപ്പോൾ ഓപ്പൺ സർജറിയിൽ നിന്ന് നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയം. അങ്ങനെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ശരി, ലാപ്രോസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ വയറ് കീറുന്നില്ല, നമ്മൾ ചെറിയ കിലുത്ത മാത്രം ഉണ്ടാക്കും. 2, 3, 4 കിലുത്ത ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ ഇതിനകത്ത് ടെലിസ്കോപ്പ് ഇട്ടിട്ട് സർ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഒരു മിനിമം 3 വേണ്ടി വരും. അത് 1 ക്യാമറ,
2 ഹാൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. 2 ഹാൻഡ് ഇൻസ്ട്രുമെന്റ്, 1 ചിലപ്പം 4. ഇപ്പൊ പിത്തകോശത്തിന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 4 ആക്കും. അപ്പൊ നമുക്ക് ഇനിയൊരു എക്സ്ട്രാ ടിഷ്യൂ പിടിക്കാൻ ഒരു എക്സ്ട്രാ ഇത് വേണം, ഒരു ഹോൾ കൂടി. ഓരോ ഇൻസ്ട്രുമെന്റും അതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ട ഓരോ ആവശ്യത്തിനും ഒരു ഹോൾ ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മളിപ്പോൾ അഡ്വാൻസ് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ വൺകുടലോ ചെറുകുടലോ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പം 5 ഹോൾ വേണ്ടി വരും. സോ അത് നമുക്ക് സർജറി അനുസരിച്ച് നമ്മൾ അതിന്റെ ഹോൾസ് ഇമ്പ്രൂവ് ആക്കും. സാർ, ഈ എക്സ്പ്ലനേഷനിൽ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ചില ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഫൈബ്രോയിഡ് പോലെ ഇപ്പം വലിയ കുറച്ചും കൂടി മാഗ്നിഫൈ ചെയ്ത് ഹൈ വോളിയത്തിൽ ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടാവില്ലേ സാർ? ഇപ്പം ഇത് ഒരു ലാപ്രോസ്കോപ്പി സർജറിയിൽ വരുന്ന ഹോളിന്റെ മിനിമം സ്പേസ് എത്രയായിരിക്കും? മിനിമം 10 സെന്റിമീറ്റർ. 10 പറഞ്ഞ മാക്സിമം വരുന്നത് 14 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ ഇടും. സാർ, അങ്ങനെയെങ്കിൽ എൻ്റെ ഡൗട്ട് എവിടെ വരുന്നത് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ 10 സെന്റിമീറ്റർ മാക്സിമം 14 സെന്റിമീറ്റർ ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഹോളിൽ അങ്ങനെ ഒരു സർക്കംഫറൻസ് 14 മില്ലിമീറ്റർ എക്സാക്ട്ലി സോറി സാർ, പിന്നെ 14 സെന്റിമീറ്റർ ലെങ്ത് മേ ബി പ്രഷർ അത് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. റിയലി സോറി. സോ അങ്ങനെ മില്ലിമീറ്ററിലെ സമയത്ത് നമുക്കിപ്പം ഫൈബ്രോയിഡ് ഒക്കെ കുറച്ചും കൂടി ഹൈ ഡെൻസിറ്റി ഹൈ വോളിയത്തിലെ ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴകളിൽ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ഇത്രയും ചെറിയ? നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ യോനിദ്വാരത്തിന് കണക്ഷൻ ഉണ്ട്, വജാനയൊക്കെ. അത് നമുക്ക് യോനിദ്വാര വഴി എടുക്കാം പീസാക്കിയിട്ട് ഹിസ്റ്ററെക്ടമി ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ഇപ്പൊ മറ്റേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഇല്ലെങ്കിൽ ഫൈബ്രോയിഡിന് മോർസലേറ്റർ എന്ന് പറയും. മോർസലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ടെർമിനോളജിയിൽ പറഞ്ഞാൽ മിക്സി മാതിരിയാണ്. ഈ ഫൈബ്രോയിഡ് നമ്മളിത് മോർസലേറ്റ് ചെയ്താൽ അത് ജ്യൂസ് ആയിട്ട് പുറത്ത് വരും, ലിക്വിഫൈഡ്. പക്ഷേ ലിക്വിഫൈഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ ബയോപ്സി ചെയ്യാൻ നോക്കില്ല, ഇത് എവിടെയാണ് എന്തുള്ളതെന്ന് പറയാൻ നോക്കില്ല. പക്ഷെ നമ്മളിപ്പോൾ ജനറൽ സർജറി ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി നമ്മൾ GI സർജറി ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാൻസറിൻ്റെ സർജറി ആയിട്ട് എന്താട്ടോ നമ്മൾ എടുത്ത് ആ ടിഷ്യൂ പുറത്തെടുക്കാണ് നമുക്ക് വയറ് കീറേണ്ടി വരും. ചെറിയൊരു ഓപ്പണിംഗ് ആക്കിയിട്ടേ എടുക്കാൻ നോക്കും. നമ്മളത് റിസീവിങ് ബാഗിനകത്തിട്ടിട്ട് എടുക്കാൻ നോക്കും, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ നോക്കില്ല. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ സർജറി ചെയ്യാൻ പറ്റും? അല്ല, വയറിനകത്ത് നമ്മൾ ചെയ്യുന്ന സർജറീസ് ഒക്കെ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ നോക്കും. ഓക്കെ, അതിപ്പോൾ നമ്മൾ എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ ഇതുകൊണ്ട് പേഷ്യൻസിന് ബെനിഫിറ്റ് ഉണ്ടാകാൻ നോക്കണം. ഇപ്പോൾ ചിലപ്പം നമുക്ക് ലാപ്രോസ്കോപ്പിയോ റോബോട്ടിക്സ് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിന് ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. ഇല്ലെങ്കിൽ പേഷ്യൻറ്റിന് പ്രോബ്ലം ഉണ്ടായ പേഷ്യൻറ്റ് നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാൻ നോക്കൂല. ചിലർക്ക് നമ്മൾ ചില സ്ഥലത്തിൽ ലാപ്രോസ്കോപ്പി ഉണ്ടാവില്ല. ലാപ്രോസ്കോപ്പി ഉണ്ടായാലും നമുക്ക് ചില സർജറി ചെയ്യാൻ നോക്കും, ഹെർണിയ ചെയ്യാൻ നോക്കും, ഇല്ലെങ്കിൽ എല്ലാ ഹെർണിയകളും ലാപ്രോസ്കോപ്പി വഴി ചെയ്യാം. പക്ഷെ നമുക്ക് ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയും. അതിനകത്ത് നമ്മൾ കീൽ ഭാഗം ആണികൾക്ക് വരുന്ന ഹെർണിയ ഉണ്ട്. അപ്പോൾ എല്ലാ ഹെർണിയ ലാപ്രോസ്കോപ്പി ചെയ്തത് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഓപ്പൺ ഹെർണിയക്കും നമുക്ക് ചിലപ്പം പേഷ്യൻ്റ് ഒരു ദിവസം കൊണ്ട് വീട്ടിൽ പോകും, റെസ്റ്റ് സെയിം ആണ്. പക്ഷെ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസ് കൂടും. പറഞ്ഞ ഇൻസ്ട്രുമെൻസിൻ്റെ കോസ്റ്റ് വരും, നമുക്ക് അതിൻ്റെ മെഷിൻ്റെ കോസ്റ്റ് കൂടും. ഇപ്പോൾ പൊക്കിളിൻ്റെ ഹെർണിയ ചെയ്താൽ നമ്മൾ ഐപ്പോം എന്ന് ചെയ്യും. ആ മെഷ് പിന്നെ ടാക്കസിൻ്റെ കോസ്റ്റ് തന്നെ ഓൾമോസ്റ്റ് 1 lakh വരെ വരും കമ്പയർഡ് ടു ഓപ്പൺ സർജറി. അപ്പോൾ കോസ്റ്റ് ഇംപ്ലിക്കേഷൻസും കൂടുതലുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇപ്പം നമുക്ക് അഡ്വാൻറ്റേജ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ലാപ്രോസ്കോപ്പി ചൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് മിനിമം, ഫോർ എക്സാമ്പിൾ ആ പ്രൊസീജിയറിൽ മിനിമം ലെവൽ ഒരു പ്രൊസീജിയർ ആയിരിക്കും ഉള്ളത്. സ്വാഭാവികമായിട്ടും ബ്ലഡ് ലോസും അതൊക്കെ മിനിമം ലെവലിലേക്ക് വരുള്ളൂ. നെക്സ്റ്റ് വരുന്ന കാരണം നമ്മളെല്ലാം ബിസി ഷെഡ്യൂളിലുള്ള ഒരു ജനറേഷനിലാണുള്ളത്. സോ അങ്ങനെയാണ് ഹോസ്പിറ്റലൈസേഷൻ അതും ഒരു മിനിമം ലെവലിലേക്ക് കിട്ടുമോ? അല്ല, ഇപ്പം കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി എന്ത് സർജറി ചെയ്താലും യൂഷ്വലി നമുക്ക് ഈറാസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഈറാസ് പറഞ്ഞാൽ ഏർലി റിക്കവറി ആഫ്റ്റർ സർജറി. ഇപ്പം നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് സെയിം ഡേ ഡിസ്ചാർജ് ചെയ്യാൻ നോക്കും, അതാണ് ബെറ്റർ, ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇപ്പോൾ പിത്തകോശം ഇല്ലെങ്കിൽ അപ്പൻഡിക്സ് മുമ്പൊക്കെ ഇത് ഓപ്പറേഷൻ ചെയ്ത പേഷ്യൻ്റ് ഒരാഴ്ച 10 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമായിരിക്കും, 2-3 ദിവസം ഫുഡ് ഇല്ലാതെ ഇരിക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളിത് സർജറി ചെയ്ത ഇപ്പോൾ പിത്തകോശത്തിൻ്റെ സർജറി ലാപ്രോസ്കോപ്പി ചെയ്ത വിതിൻ 4 hours വി സ്റ്റാർട്ട് ഗിവിങ് ദം സംതിങ് ടു ഡ്രിങ്ക് ഓർ ഈറ്റ്. നമുക്ക് 24 hours or 48 hours നമുക്ക് അവരെ വീട്ടിൽ വിടാൻ നോക്കും. വി സെൻഡ് ദം ഹോം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളത് ഡേ കെയർ ആയിട്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പേഷ്യൻറ്റ് മാംഗ്ലൂർ പേഷ്യൻറ്റ്, ഇപ്പോൾ കാസർഗോഡ് നിന്ന് വരെ പേഷ്യൻ്റ്, കണ്ണൂർ വരുന്ന പേഷ്യൻറ്റ് നമ്മൾ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ദിവസത്തിൽ തന്നെ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ നോക്കും. സോ ദാറ്റ്സ് വൈ വി കീപ് ദം 24 to 48 hours
യൂഷ്വലി നമ്മൾ ഇവിടെ തന്നെ വയ്ക്കും. ശരി, ആക്ച്വലി ഈ ലാപ്രോസ്കോപ്പി പ്രൊസീജിയറിലൂടെ ചെയ്യുന്ന സർജറിയിൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബോത്ത് പേഷ്യൻറ്റിനും ഡോക്ടേഴ്സിനും കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ വിഷൻ, അതിൻ്റെ സൈസ് എല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് വിസിബിലിറ്റി ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയ ഒരു 65 ഇഞ്ച് TV-നകത്ത് 4K ടെലികാസ്റ്റിൽ കാണുന്ന മാതിരി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓപ്പൺ സർജറിയിൽ നമ്മളൊരു ചെറിയ കിഴുത്ത് ഉണ്ടാക്കിയിട്ട് ഉള്ളിലെല്ലാം കാണില്ല നമുക്ക്. ചിലത് മിസ്സായി പോവാം. ഇപ്പോൾ നമ്മൾ അപ്പൻഡിക്സ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ പൽപ്പുണ്ടോ മീത്തെ പൽപ്പുണ്ടോ നമുക്ക് പറയാൻ നോക്കില്ല. പക്ഷേ ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. എല്ലാ ഉള്ളിലെല്ലാം കാണാൻ നോക്കും, എല്ലാം നോക്കണം. ക്ലാരിറ്റി ബെറ്റർ ആണ്. ഇറ്റ് ഈസ് വിസിബിൾ. പിന്നെ നമ്മൾ ടിഷ്യൂ ഹാൻഡിൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ഭാഗം ഓപ്പറേറ്റ് ആക്കുന്നത് അത് മാത്രം തൊടും. ഇപ്പോൾ പിത്തകോശ ഓപ്പറേഷൻ ആക്കുവാണെങ്കിൽ നമ്മൾ പിത്തകോശം മാത്രം പോയി തൊടും. മറ്റുള്ള സാധനങ്ങളൊന്നും നമ്മൾ തൊടില്ല. പക്ഷെ ഓപ്പൺ സർജറി ആകുമ്പോൾ നമ്മൾ ആ പിത്തകോശ പൊക്കും, ലിവറിൻ്റെ മുകളിൽ നമ്മൾ കൈയിട്ടിട്ട് ലിവർ താത്തി വയ്ക്കും, നമ്മൾ ഇത് പാക്ക് ചെയ്യും, റിട്രാക്ഷൻ ചെയ്യും. അപ്പം മറ്റ് എല്ലാ ഓർഗൻസിനെയും നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഇതിനകത്ത് ടിഷ്യൂ ഹാൻഡ്ലിംഗ് വളരെ മിനിമലാണ്. അതുകൊണ്ടാണ് പേഷ്യന്റ് റിക്കവറി ഈസ് വെരി ഫാസ്റ്റ്. ഇത് ബോത്ത് സൈഡ് ബെനിഫിറ്റ് ആണ്. ഡോക്ടേഴ്സിന്റെ സൈഡാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പേഷ്യന്റിന്റെ സൈഡാണെങ്കിൽ. അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഏതൊക്കെ ലാപ്രോസ്കോപ്പി വെച്ച് ഏതൊക്കെ സർജറി ചെയ്യാൻ സാർ സൂചിപ്പിച്ചു. അതിന് ലിമിറ്റേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റേഷൻ ഏറ്റവും മേജർ ലിമിറ്റേഷൻ ഫസ്റ്റ് ലാപ്രോസ്കോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഫാക്ടർ. ഇപ്പോൾ ഒരു നല്ലൊരു ലാപ്രോസ്കോപ്പിക് സെറ്റപ്പ് നമുക്ക് ഇപ്പോൾ അഡ്വാൻസ് ലാപ്രോസ്കോപ്പി ചെയ്യാനുള്ള സെറ്റപ്പ് ആണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1.25 CR വരെ വരും. മിനിമം 2 CR മെഷീൻ വേണം. നമുക്ക് ഇപ്പോൾ ഓപ്പൺ സർജറി ആണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ നമുക്ക് കൈകൊണ്ട് അമർത്തി വയ്ക്കാതില്ല. അപ്പോൾ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ അഡ്വാൻസ് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് എനർജി സോഴ്സസ് വേണം. എനർജി സോഴ്സസ് പറഞ്ഞാൽ നമുക്ക് ഈ ബ്ലീഡിങ് ഇല്ലാതിരിക്കാൻ, ബ്ലഡ് വെസൽസ് ക്ലിപ്പാക്കാൻ. അപ്പോൾ ഈ എക്സ്പെൻസസ് കൂടും, പ്രൊസീജിയർ എക്സ്പെൻസസ് കൂടും. അതെന്താ വെച്ചാൽ കൺസ്യൂമബിൾ എക്സ്പെൻസസ്. നമുക്ക് ഇപ്പോൾ ഹാർമോണിക് യൂസ് ചെയ്യും, ഇല്ല നമ്മൾ തണ്ടർ ബീറ്റുന്നുണ്ട് അത് യൂസ് ചെയ്യും. സോ ഇതിനൊക്കെ ഇറ്റ്സ് ഓൾ എക്സ്പെൻസ് റിലേറ്റഡ്. ആൻഡ് അതല്ലാതെ പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ യൂണിറ്റിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ അവൈലബിൾ തിങ്സ് നമുക്കറിയാം. എല്ലാ സെൻറ്ററിൽ അത് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഇത് നമുക്ക് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചായ ഉണ്ടാക്കുവാണെങ്കിൽ കോഫി ഉണ്ടാക്കും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നല്ല കോഫി ഉണ്ടാക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോഫി ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കപ്പ് എവിടെ, ഷുഗർ എവിടെ, ഇത് നിങ്ങൾ അറിയില്ല. അതിനർത്ഥം നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല എന്നല്ല. ഇത് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്സ്, ദി ബാക്കപ്പ്. എല്ലാത്തിനും ബാക്കപ്പ് വേണം. ദാറ്റ് ഈസ് ദ മേജർ ലിമിറ്റേഷൻ ഇൻ ലാപ്രോസ്കോപ്പി, കോസ്റ്റ് ഫാക്ടർ. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സർജറി ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ നോക്കില്ല. ദാറ്റ് ഈസ് ദ ഫാക്ട്. ഈവൻ ദ സർജൻ ആൻഡ് ദി പേഷ്യൻറ്റ് ഹാസ് ടു ആക്സെപ്റ്റ്. ചിലർ വന്ന് പറയും നമുക്ക് ലാപ്രോസ്കോപ്പി വഴി, നമ്മൾ പറയും ഇത് ചെയ്യാനോ ഒക്കൂല. ചിലപ്പം നമുക്ക് ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പോൾ പേഷ്യൻ്റ് ഹാസ് എ വെരി ബാഡ് കാർഡിയാക് കണ്ടീഷൻ. ഇപ്പോൾ അവരുടെ ഹാർട്ട് താങ്ങാൻ നോക്കില്ല. ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ വയറിനുള്ളിൽ കാർബൺ ഡയോക്സൈഡ് ഫില്ലാക്കും. അപ്പോൾ നമുക്ക് വയറിനുള്ളിൽ കാർബൺ ഡയോക്സൈഡ് ഫില്ലാക്കുമ്പോൾ അത്രയ്ക്ക് ബോഡി ആ കാർബൺ ഡയോക്സൈഡ് accept ചെയ്യണം. അത് കാർബൺ ഡയോക്സൈഡ് ബോഡിക്കകത്ത് പോയിട്ട് ബോഡി ഹാസ് ടു ത്രോ ഇറ്റ് ഔട്ട്. സോ ആൻഡ് ദി ടൈം ടേക്കൺ ഫോർ ലാപ്രോസ്കോപ്പി ഇസ് മോർ. ആൻഡ് ലാപ്രോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ എന്നും നമ്മൾ ജനറൽ അനസ്തീസിയ കൊടുക്കണം. സോ മോസ്റ്റ് ഓഫ് ദി ടൈം വി നീഡ് ടു ഗിവ് ജനറൽ അനസ്തീസിയ. സോ ഇതിന് പേഷ്യൻ്റ് ഫിറ്റ് ആയിരിക്കണം. സോ കാർഡിയാക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചെസ്റ്റ് പ്രോബ്ലം ഉണ്ടാവും, പൾമണറി ഫൈബ്രോസിസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പേഷ്യൻ്റ് മൈറ്റ് ബി ഇൻ സെപ്സിസ്, GA കൊടുക്കാൻ നോക്കൂല. ഈ ലിമിറ്റേഷൻസ് വരുമ്പോൾ ഇല്ലെങ്കിൽ ചില പേഷ്യൻസ് 2-3 സർജറി ഓൾറെഡി നടന്നിട്ടുള്ളതാണ്. അത്തരം വരുമ്പോൾ നമ്മൾ വി വിൽ ടേക്ക് ദ ഡിസിഷൻ ഇത് ചെയ്യാൻ ഒക്കുമോ ഇല്ലെന്നൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, സാർ ഇപ്പം നമ്മൾ ലിമിറ്റേഷൻ പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു. ലാപ്രോസ്കോപ്പി സർജറിയിലെ GA സർജറി റിലേറ്റഡ് ആയിട്ടും ഏതൊക്കെ തരത്തിൽ ലാപ്രോസ്കോപ്പി ചെയ്യാമെന്ന്. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഈ ലാപ്രോസ്കോപ്പി അപ്ലിക്കബിൾ ആണോ? അതെ, ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് വയറിനകത്ത് ചെയ്യുന്ന മിനിമൽ ഇൻവേസീവ് സർജറി നമ്മൾ ലാപ്രോസ്കോപ്പി എന്ന് പറയും. ദാറ്റ് ഇസ് എ ടെർമിനോളജി യൂസ്. നമുക്ക് വയറിനകത്ത് ചെയ്യുന്ന മിനിമൽ ഇൻവേസീവ്. ഇത് ബ്രോഡർ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ മിനിമൽ ഇൻവേസീവ് സർജറി. ഇപ്പോൾ ഓർത്തോപെഡിക് സർജൻസ് ചെയ്യും. ഇപ്പോൾ ജോയിൻറ്റിൻ്റെ ഇത് ACL റിപ്പയർ, ലിഗമെന്റ് റിപ്പയർ ഒക്കെ ചെയ്യും. അവർ ആർത്രോസ്കോപ്പി എന്ന് പറയും.
ഇപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ സർജൻസ് ഉണ്ട്, അവരിപ്പോൾ ലങ്സിൻ്റെ സർജറി ചെയ്യുമ്പോൾ തൊറക്കോസ്കോപ്പി എന്ന് പറയും. ഇത് സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് ഇടും. ഈ ബ്രെയിനിൻ്റെ സർജറി വരുമ്പോൾ ക്രേനിയോസ്കോപ്പി എന്ന് പറയും. ഈ മൂക്ക് വഴി പോയിട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇത് ചെയ്യാൻ നോക്കും, അവർ ചെയ്യും. സോ എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഓപ്പൺ പ്രൊസീജിയർ ഇതൊരു ആക്സസ് ആണ്. യു ആർ ആക്സസിങ് ഇറ്റ് ത്രൂ എ മിനിമൽ ഇൻവേസീവ്, ചെറിയൊരു ഇൻസിഷൻ കൊണ്ടാണ് ചെയ്യുന്നത്. യു വിൽ നീഡ് ടു അണ്ടർഗോ ട്രെയിനിങ്. എന്താ വെച്ചാൽ ലേണിംഗ് കർവ് ലാപ്രോസ്കോപ്പിൽ കുറച്ച് കൂടുതലാണ്. ഓപ്പൺ സർജറിക്കാർ കമ്പയർ ചെയ്ത ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ലേണിംഗ് കർവ് കുറച്ച് കൂടുതലാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ നീല ഇൻസ്ട്രുമെന്റ് കൊണ്ട് ചെയ്യുന്നതാണ്. ഈ ടിപ്പാണ് വർക്കാക്കുന്നത് ഉള്ളിൽ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത ഇതാണ് നമ്മുടെ ടിപ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൺട്രോൾ ഉള്ളത്. ഓൾമോസ്റ്റ് 1 feet ഇതുണ്ട്. സോറി. സോ വെൻ യു ആർ മൂവിങ് ദിസ്, ഇഫ് യു ടേക്ക് ദ പെൻ, ഇത് ഫൾക്രം ബേസ്ഡ് ആണ്. ഇപ്പോൾ ഇത് താഴെ പോകണമെങ്കിൽ എൻ്റെ കൈ മിത പോകണം. സോ മൈ മൂവ്മെൻറ്റ് ഈസ് മിറർ മൂവ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ അപ്പ് ഇസ് ഡൗൺ, ഡൗൺ ഇസ് അപ്പ്, ലെഫ്റ്റ് ഇസ് റൈറ്റ്, റൈറ്റ് ഇസ് ലെഫ്റ്റ്. അപ്പോൾ എൻ്റെ ഈ മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ നിനക്ക് ഇത് താഴോട്ട് പോകണമെങ്കിൽ എൻ്റെ കൈ മുകളിലോട്ട് പോകണം. സോ യു ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദാറ്റ്. ബട്ട് റോബോട്ടിക്സ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. റോബോട്ടിക്സിൽ ലെഫ്റ്റ് ഇസ് ലെഫ്റ്റ്, റൈറ്റ് ഇസ് റൈറ്റ്. മൂവ്മെൻറ്റ് ദ കമ്പ്യൂട്ടറിൽ ദ റോബോയിൽ റെക്ടിഫൈഡ്. സോ നമ്മുടെ ഓപ്പൺ സർജറി മാതിരിയാണ് റോബോ. സോ ബട്ട് ലാപ്രോസ്കോപ്പി ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് ഫ്രം ദിയർ ട്രെയിനിങ് പീരിയഡ്. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി ആൻ ഇഷ്യൂ. ഓക്കെ സാർ, ഇപ്പോൾ ഇതൊരു മിനിമൽ പ്രൊസീജിയർ എന്ന് സാർ പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഓപ്പൺ സർജറി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് പേഷ്യൻറ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്തു 1 or 2 days. എന്താണെന്ന് വെച്ചാൽ വാട്ട് ദ പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈസ് സർജറി ഈസ് ഫൈനലി സെയിം. സർജറി ഇസ് ദ സെയിം. അതിനകത്ത് യാതൊരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷനും സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് നോ. ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വി വിൽ ടേക്ക് മോർ precautions also, because you have to make sure the heart is perfect, the lung is perfect, ഇതൊക്കെ. So the pre-operative preparation is the same. Post-operative care നാത്ത് ഞാൻ പറഞ്ഞില്ല, because of the early recovery, hospitalization comes down. Hospitalization will come down, the number of stay. But post-surgical rest and care also can be lesser in laparoscopic surgery. ഇപ്പോൾ നമ്മൾ വയറ് കീറിയിട്ട് ചെയ്യാൻ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരാഴ്ചയോ 2 ആഴ്ച, because pain will come down in laparoscopic surgeries. സാർ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു മിനിമം കോസ്റ്റ് ഓൾറെഡി പറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റിൻ്റെയും അതിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ പ്രൊസീജിയറിന് ലാപ്രോസ്കോപ്പിക് സർജറി പ്രൊസീജിയറിൻ്റെ കോസ്റ്റ് അപ്രോക്സിമേറ്റ് അതൊരു എങ്ങനെയാണ്? അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലർ വന്ന് പറയും നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തിനാ ഇത്തരം, ആ ഹോസ്പിറ്റലിൽ ഇത്തരം. ഇത് ഇറ്റ്സ് ബിക്കം ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റേഷൻ. നമ്മൾ ഏത് സിസ്റ്റമാണുള്ളത്. ആൻഡ് ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്പൺ സർജറിയിൽ നമ്മൾ യൂസ് ആക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വിൽ യൂസ് ഇറ്റ് ഫോർ ഇയേഴ്സ്. നമ്മൾ വി കീപ്പ് ഓൺ സ്റ്റെറിലൈസിങ് ഇറ്റ്. നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് റീയൂസ് ചെയ്യും. സ്റ്റെറിലൈസ് ചെയ്ത് ലാപ്രോസ്കോപ്പി ഇൻസ്ട്രുമെൻറ്റ് അങ്ങനെയല്ല. മെജോറിറ്റി ഓഫ് ദം ഹാസ് ടു ബി ആർ ഡിസ്പോസിബിൾ ആൻഡ് സം ഓഫ് ദം ഹാസ് ടു ബി ചേഞ്ച്ഡ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ ദ കോസ്റ്റ് വിൽ ഗോ അപ്പ്. ഇപ്പോൾ ഞാൻ ഹാർമോണിക് എന്ന് പറഞ്ഞു. ഹാർമോണിക്കിൻ്റെ ആ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്താൽ ഐ ക്യാൻ യൂസ് ഇറ്റ് ഓൺലി ഫോർ 10 patients 10 times. After that I have to throw it. I have to change it. So the cost has to be borne by the patient, because that hand shears will have to be changed. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഹെർണിയ സർജറി ചെയ്യുമ്പോൾ പോട്ട് യൂസ് ചെയ്യും. ദ പോട്ട് ഈസ് ഡിസ്പോസിബിൾ. പോട്ട് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ് ഇടാനായിട്ട് ഒരു സാധനം യൂസ് ചെയ്യും. ഈ വയറിനകത്ത് ഉള്ളിലിടുകയാണ്. അത് ഇറ്റ് വിൽ കോസ്റ്റ് അറൌണ്ട് 3,000 to 10,000 ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് കമ്പനി ആൻഡ് ഡിഫറെൻറ്റ് സൈസ്. ചിലപ്പോൾ നമ്മളത് ഇറ്റ്സ് യൂസ് ആൻഡ് ത്രോ പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഉള്ളിൽ ഇൻഫെക്ഷൻ വരുന്ന ചാൻസസ് കൂടുതലാണ്. സോ ദീസ് ആർ ദ പ്രോബ്ലം വിത്ത് ലാപ്രോസ്കോപ്പി. അത് നമ്മൾ എവിടെ നമുക്ക് ഇത് കോംപ്രമൈസ് ചെയ്തിട്ട് കോസ്റ്റ് കുറയ്ക്കാം. പക്ഷെ വെദർ യു ആർ വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് പേഷ്യൻറ്റ് ഗെറ്റിംഗ് ആൻ ഇൻഫെക്ഷൻ ഓർ യുവർ വർക്ക് വിൽ സഫർ. സോ നമ്മൾ ചിലപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കോസ്റ്റ് വിൽ നോട്ട് ഗോ ഡൗൺ, കോസ്റ്റ് വിൽ ബി ഹയർ. ഓക്കെ സാർ, സി ആസ് എ ലാപ്രോസ്കോപ്പിക് സർജൻ ഇപ്പോഴും ഇതിൻ്റെ അക്സെപ്റ്റൻസ് നമ്മുടെ ഇപ്പോൾ ഈ പുതിയ ജനറേഷനിൽ അക്സെപ്റ്റൻസ് എങ്ങനെയാണ് സാർ? ഇത് കമ്പാരിറ്റീവ്ലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ വന്ന് പറയും ഐ വോണ്ട് ദ ലേറ്റസ്റ്റ് ലാപ്രോസ്കോപ്പി ഈസ് ദ ലേറ്റസ്റ്റ് എന്ന്. ഇറ്റ് ഈസ് നോട്ട് ലേറ്റസ്റ്റ്. ദിസ് ഈസ് ബീൻ ദെയർ.
ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 25 ഇയേഴ്സായി. ഇപ്പോൾ 25 ഇയേഴ്സ് ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ചിലർ ഹാവ് ബീൻ ഡൂയിങ് ഫോർ എ ലോങ്കർ ടൈം. സോ ദിസ് ഈസ് നോട്ട് ദി റീസെൻറ്റ് അഡ്വാൻസസ്. നമ്മളിപ്പോൾ ഞാൻ എന്താ എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കും, ലാപ്രോസ്കോപ്പി ഹാസ് ബീൻ ദെയർ സിൻസ് the first laparoscope was done in 1887. 1887. നമുക്ക് ഇത് ടെക്നിക്കലി പോവുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി, ബട്ട് നമുക്കിത് ഇത്ര പോപ്പുലർ ആയത് സിൻസ് 1980s. ഫ്രം 80s onwards it became very popular and it became proficient in the work, I should say. And that's why it is better now. ഓക്കെ. സി സാർ, പിന്നെ നമ്മളിപ്പോൾ ഡയഗ്നോസിസ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലാപ്രോസ്കോപ്പി പ്രൊസീജിയറിൽ സ്പെസിമെൻ എടുക്കുന്നത് ഒഴിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ക്യാമറ ഓൾറെഡി ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡയഗ്നോസിസ് പാർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ഇറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്. നമ്മൾ എന്ത് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പ് എന്ന് പറയും. നമ്മൾ ക്യാമറ ഇട്ട ശേഷം ഫുള്ള് ആബ്ഡമൻ നോക്കും. എക്സ്പെഷ്യലി നമ്മൾ ഈ ക്യാൻസറിൻ്റെ സർജറി ചെയ്യുമ്പോൾ ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് ഇത് നമുക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ മുമ്പ് എന്ത് പറഞ്ഞാൽ വയറ് കീറിട്ട് ഉള്ളിൽ പോയി നോക്കണം. പിന്നെ നമ്മൾ വന്ന് വരും, അയ്യോ സോറി നമുക്ക് സർജറി ചെയ്യാൻ ഒക്കില്ല, ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്കത് ഓപ്പൺ ആക്കുന്നത് അവോയ്ഡ് ചെയ്യാം. നമുക്കൊരു ജസ്റ്റ് ക്യാമറ 2 ചെറിയ പോട്ട് ഇട്ടിട്ട് ഉള്ളിൽ പോയിട്ട് നോക്കാം, നമുക്കിത് സർജറി ചെയ്തിട്ട് എടുക്കാൻ നോക്കോ, ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടോ. അതല്ലാതെ ചിലർക്ക് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടിഷ്യൂ ഉണ്ട് സസ്പീഷ്യസ്, ഇപ്പോൾ മീസെൻട്രിക് ലിംഫ് നോഡ് എന്ന് പറയും, നമുക്കത് ഡയഗ്നോസിസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ചെയ്തിട്ട് നമുക്ക് ടിഷ്യൂ ബയോപ്സി എടുക്കണം. ബയോപ്സി എടുത്തിട്ട് ഡയഗ്നോസ് അറിഞ്ഞിട്ട് അതനുസരിച്ച് നമുക്ക് സർജറി ചെയ്യാൻ നോക്കാം. പ്രൊസീജിയറിൻ്റെ കൂടെ നമുക്ക് ഡയഗ്നോസിസിനും ഒരു മേജർ റോൾ ലാപ്രോസ്കോപ്പിയിലുണ്ട്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് കീറിയിട്ട് സർജറി ചെയ്യണമെന്ന് വെച്ചാലും ലാപ്രോസ്കോപ്പി ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്ര ഓപ്പൺ ആക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. ഇല്ല, നമ്മൾ ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷമേ മനസ്സിലാവും, ഓ ഇത് ഇവിടെയാണ് പ്രോബ്ലം, അപ്പോൾ നമ്മളത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലെവൽ അഡ്വാൻറ്റേജസ് കൂടി നമുക്ക് ലാപ്രോസ്കോപ്പി പ്രൊസീജിയറിൽ കിട്ടുന്നുണ്ട്. സി സാർ, നമ്മളിപ്പം ലാപ്രോസ്കോപ്പി പ്രൊസീജിയറിൽ നമ്മളതിൻ്റെ ലിമിറ്റേഷൻ പറയുന്നുണ്ടായി. ചില ഹെൽത്ത് കണ്ടീഷൻ, പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അവർക്കുള്ള അത് വെച്ചിട്ട് നമുക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട്, ചില പേഷ്യൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏജ് വൈസിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം കുട്ടികളുണ്ടാവില്ല, കുട്ടികൾ മുതൽ മുതിർന്നവരെ നോക്കിയാണ്, അങ്ങനെ ഏജ് വൈസ് വെച്ചിട്ട് ലാപ്രോസ്കോപ്പി എല്ലാവരും ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പോൾ ഏജ് വൈസ് നോക്കിയാലും പീഡിയാട്രിക് സർജൻസും ലാപ്രോസ്കോപ്പി വഴി ചെയ്യും. നമ്മുടെ ഇൻസ്ട്രുമെൻസിൻ്റെ ഈ ലെങ്ത്ത് ചെറുതായിരിക്കും. ഇവന് നമ്മൾ ചെറിയ കൊച്ചിലും അവർ ലാപ്രോസ്കോപ്പി ആയിട്ട് ചെയ്യും, വയറ് കീറാതെ സർജറി ചെയ്യാൻ നോക്കും. ഇഫ് ഏജ് ഇസ് നോട്ട് എ ലിമിറ്റേഷൻ. ഇപ്പോൾ പേഷ്യൻറ്റ് സർജറിക്ക് ഫിറ്റാണെങ്കിൽ, അനസ്തീസിയക്ക് ഫിറ്റാണെങ്കിൽ നമുക്ക് ഓപ്പൺ സർജറി എന്ത് ഏജ് ഗ്രൂപ്പിലും ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ നോക്കും. ക്രൈറ്റീരിയ ഈസ് പേഷ്യൻറ്റ് സർജിക്കലി ആൻഡ് അനസ്തീസിയയിൽ ഫിറ്റായിരിക്കും, സ്റ്റേബിൾ ആയിട്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ, നമുക്ക് മെഡിട്രാക്കിൻ്റെ ഈ എപ്പിസോഡ് നമ്മൾ ഓൾമോസ്റ്റ് ലാപ്രോസ്കോപ്പി സർജറിയെ കുറിച്ച് ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഷാൽ വി വൈൻഡ് അപ്പ് ദ പ്രോഗ്രാം? യെസ്, ദാറ്റ് ഷുഡ് ബി ഗുഡ്. താങ്ക് യു. ഓക്കെ സാർ, മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലാപ്രോസ്കോപ്പിക് സർജറി നമ്മൾ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പൺ സർജറി, ലാപ്രോസ്കോപ്പി സർജറി, റോബോട്ടിക് സർജറി. ഇപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അത് ഡയഗ്നോസിസ് പാർട്ടിൽ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ മെഡിട്രാക്ക് ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് മാംഗ്ലൂർ യൂണിറ്റി ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അഷ്ഫാഖ് മുഹമ്മദ് വളരെ വിസ്തരിച്ച് പറഞ്ഞത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.